Last and final call for chess number 101. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നോട് കുറച്ച് ശബ്ദങ്ങളാണ് അനുകരിക്കാൻ പോകുന്നത്. എന്നാൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കഥ രൂപയാണ് ഞാനത് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ കഥ തുടങ്ങുന്നതിന് മുമ്പ് ആരും പുക വലിക്കരുത് എന്നൊരു കോഷൻ ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ കഥ തുടങ്ങാൻ പോകുന്നത്, ഈ കഥ നടക്കുന്നത് നമ്മുടെ ഈ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെയാണ്. ഇവിടെ ഒരു ക്ലാസ് എടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിനയ് കോട്ട് സാറാണ്. വിനയ് കോട്ട് സാർ ജാവയുടെ ഒരു ക്ലാസ്സാണ് എടുത്തു പോകുന്നത്. ഓ വിനയ് കോട്ട് സാർ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. ജാവ സിമ്പിൾ ബട്ട് പവർഫുൾ. എന്താ തന്നിട്ടോ? അപ്പൊ വിനയ് കോട്ട് സാർ ക്ലാസ് എടുത്തോണ്ടിരിക്കും. നമ്മുടെ ഈ കോളേജിലെ ക്ലാസ് റൂം ആയതുകൊണ്ട് മിക്ക സ്റ്റുഡൻസും ഫോൺ നോക്കുകയും, അപ്പൊ ഫോണിലാണെങ്കിൽ കുറച്ചൊരു കാർട്ടൂൺ കാണുകയും നോക്കി എന്ന കോപ്പേഴ്സ്. അപ്പൊ അതിലെ നറേറ്ററും ജാക്കും ഓറഞ്ച് കളർ പാട്ട്, അഥവാ ടി വി. അപ്പൊ അവര് നറേറ്റർ सुबह सुबह की बनार चाय खिचड़ी वो क्या बात है। ओए मुन्ना, क्या कर रहे हो वहाँ? कहाँ जा रहे हो मुन्ना? कैसे हो मुन्ना? ओए मुन्ना, ऑरेंज कलर पाटा पकड़ा रहा है। अभी तो सुबह हुआ है, अभी तो ये और क्या कर रहा है? पकड़ा रहा है। അപ്പോൾ ഒരു കൂടെ ആൾക്കാർ കാർട്ടൂണിനോടിരിക്കും, മറുഭാഗത്ത് കുറച്ച് റീൽസ് കൊണ്ടുവരുന്നു. അപ്പൊ അതില് SJ സൂര്യ സാർ ഉണ്ടായി. അപ്പൊ SJ സൂര്യ സാർ അപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഒരു അനൗൺസ്മെന്റ് വരികയാണ്. എക്സ്റ്റേണൽ ഓഡിറ്റ് നിങ്ങളെ കാണുവാൻ വേണ്ടി തലപതി വിജയ് സാർ നിങ്ങളെ കാണുവാൻ വേണ്ടി എക്സ്റ്റേണൽ ഓഡിറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ വിജയ് സാർ எனக்கு அப்படி எதுவும் இல்லை. அதனாலதான் நான் இங்க அரசியல வர போறேன். ஸ்டாலின் மாமா, அப்போ ഇത് ജില്ലാ സെക്രട്ടറി നമ്മുടെ പ്രകാശ് രാജ് സാർ താഴെ വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ ഇടയില് നമ്മുടെ കേരളത്തിലെ ഡ്രഗ് ഫ്രീ സൊസൈറ്റി ആയി മാറ്റുന്നത് കമലഹാസൻ സാറിന്റെ ഒരു ചെറിയ സ്പീച്ച്. അൺഎക്സ്പെക്ടഡ് ആയിരുന്നു കമലഹാസൻ സാർ. മലയാളത്തിൽ ഞാൻ പറയുകയാണ്, ആദ്യം തുക വലിക്കുന്നത് ഭയങ്കര ഒരിക്കലും ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഡ്രഗ് ഫ്രീ സൊസൈറ്റിക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ആമുഖം കൊണ്ട് കമലഹാസൻ സാർ പറയുന്നത്. അപ്പോൾ ഈ ഇവന്റൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്റ്റുഡൻസ് മെല്ലെ ഇറങ്ങി താഴെ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ യാദൃശ്ചികമായി നമ്മുടെ ഈ സംസമിന്റെ ഫ്രണ്ടിൽ ബാലസാറെ കണ്ടു. അപ്പൊ ബാലസാറെ കണ്ടിട്ട് ചോദിച്ചു, സാറേ നിങ്ങൾ സ്റ്റേജിലുണ്ടായിരുന്നു, നമ്മൾ നിങ്ങൾ കണ്ടില്ലല്ലോ, നിങ്ങൾ വന്നായിരുന്നു. അടിവയ്ക്കട്ടെ മോനെ, സ്റ്റേഷൻ കാണുണ്ടായിരുന്നു, നീ അവിടെ കാണലടാ. ഞാനേ പൃഥ്വിരാജ അവിടെ കൊണ്ടല്ല മുന്നേ കൊണ്ടു ഞങ്ങളവിടെ പോയി ഞങ്ങൾ കൊടുക്കാൻ പോകും. നീ ഇങ്ങനെ കണ്ടു. This is wrong. I'm very clear about it. This is wrong. You can't say that. അങ്ങനെ ബാലസാറെ കണ്ടതിന് ശേഷം ഇവർ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചു പേര് എവിടെയുണ്ട് ജാനകിയമ്മയുടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജാനകിയമ്മയുടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഈ രീതിയിലല്ല, അതായത് അവർ മിമിക്രി ചെയ്യാൻ ശ്രമിച്ചത്. അപ്പൊ അവർ പറഞ്ഞു ഈ രീതിയിലല്ല ജാനകിയമ്മ പാടുന്നത്. ജാനകിയമ്മ ഒരു പ്രത്യേക ശൈലി, അതായത് അവർ പാടുമ്പോൾ ഒരു ചെറിയ ആട്ടമില്ല. ഈ രീതിയിലാണ് ജാനകിയമ്മ പാടുന്നതെന്ന് പറഞ്ഞാൽ അവരുണ്ട്. അതോടുകൂടി ഞാൻ എൻ്റെ ഈ ശബ്ദാനുകരണം നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.